ആകെ ഉലഞ്ഞു നിൽക്കുന്ന മലയാള സിനിമയിൽ ആദ്യം മുതൽ ഒരു നിലപാട് സ്വീകരിച്ച് ഉറച്ചു നിന്ന സംവിധായകൻ ആഷിഖ് അബു ആണ് ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആഷിഖ്, ഇതിൽ ആദ്യം മുതൽ ഇപ്പോൾ ഈ നമ്മുടെ അതിജീവിതയ്ക്ക് നേരെയുള്ള ആക്രമണം, അതിനുശേഷം WCCയുടെ രൂപീകരണം, ഹേമ കമ്മിറ്റിയുടെ രൂപീകരണം, ഈ ഘട്ടത്തിലൊക്കെ ഇത് ഇത്രയും വളരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് സത്യസന്ധമായിട്ടുള്ള മറുപടി അതിന്. കാരണം ഞാൻ 2002 ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. ആ കാലഘട്ടങ്ങൾ മുതലേ തന്നെ അനീതി നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നതും ചുറ്റും നടക്കുന്നതും ഒക്കെ കണ്ടു തന്നെയാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. പക്ഷേ പല ഘട്ടങ്ങളിലും ഈ സിനിമ രംഗത്ത് നിന്ന് പല പൊസിഷനിലുള്ള ആളുകൾ സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളിലൊന്നും അഭിപ്രായ പ്രകടനം നടത്തേണ്ടതില്ല. ഇത് നമ്മുടെ ശാന്തസുന്ദരവും പ്രശാന്തസുന്ദരവുമായ സിനിമാ ലോകമാണ്. ഇതൊരു സിനിമ, തറവാട്, കുടുംബം, അത്തരം കാര്യങ്ങളിലൊക്കെ അഭിരമിക്കുകയും തറവാട്, കൈനീട്ടം തുടങ്ങിയ അത്തരം ഫ്യൂഡൽ രൂപങ്ങളൊക്കെയാണ് തുടർന്നു പോകുന്നത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഞാനത് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഈ സിനിമ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഇപ്പോഴാണല്ലോ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് യുഗത്തിലേക്കൊക്കെ കടന്ന് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് ഫോണിൽ നോക്കിയാൽ കാണാവുന്ന ഒരു സിറ്റുവേഷൻ. മുമ്പ് പത്രങ്ങളെയാണ് ഇതിനെ. അപ്പോൾ ഒരു ഞാൻ വർക്ക് ചെയ്ത സിനിമ സിറ്റികളിലൊക്കെ എനിക്ക് പൊതുവിൽ തോന്നിയിട്ടുള്ള കാര്യം, പത്രങ്ങൾ കാണാത്ത, ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥ ഭൂരിഭാഗം ആളുകളിലുണ്ട്. എല്ലാവരെയും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ കമൽ സാറൊക്കെ സെറ്റിൽ പത്രം വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ അപൂർവമായി മാത്രം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക പാരലൽ വേൾഡായി നിൽക്കുകയും അവിടെ രാജാക്കന്മാരും തമ്പ്രാക്കന്മാരും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത് അവരുടെ അധീനതയിൽ നടക്കുന്ന സൈന്യത്തെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയുമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ. ഈ പവർ എന്ന് പറയുന്ന സംഗതി, അധികാരം എന്ന് പറയുന്ന സംഗതി, ഈ സമ്പത്ത് കൊണ്ടുവരുന്ന ആരാണോ അവർക്കാണ് സമഗ്രാധിപത്യം എല്ലാ കാര്യത്തിലും എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോഴും. അത് തന്നെയുണ്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള സംഗതികളിലാണല്ലോ ഇത്രയും വലിയ വാർത്തകളും ഒക്കെ വരുന്നത്. പക്ഷേ ഇതൊന്നും ഹേമ കമ്മിറ്റിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, അതിന് പുറത്ത് നടന്ന കാര്യങ്ങളാണ്. അതെ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അപ്പോൾ ഇതിനേക്കാൾ എത്രയോ അധികം ഈ ഇൻഡസ്ട്രി ഭയക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും പേടിച്ചു പോയില്ലേ ശരിക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ഈ ആർക്കും മുന്നോട്ട് വന്ന് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല. അത് ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഇവിടെ ഈ സംഗതികളുടെയൊക്കെ തുടക്കം സംഭവിക്കുന്നത് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ്. ഇവിടെ ഒരു എന്താ പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട, നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന ഒരു പെൺകുട്ടിയെ കൊട്ടേഷൻ ബലാത്സംഗം എന്ന് പറയുന്ന നമുക്കൊന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു സംഗതി. ഇതെല്ലാത്തിൻ്റെ തുടക്കം അതാണ്. ചെറുത്തുനിൽപ്പിൻ്റെ എന്ന് പറയാം. അന്ന് ആ കുട്ടി ചെറുത്ത് നിന്നതിനെ തുടർന്നാണ് ഈ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നത്. അതിനു മുമ്പ് ഇവിടെ പ്രശ്നങ്ങളില്ലാതിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിനു മുമ്പും ഇവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ താരാധിപത്യത്തോട് കലഹിച്ച ഒരു തൊഴിലാളി സംഘടനയെ പിളർത്തിയാണ് മറ്റൊരു തൊഴിലാളി സംഘടന ഇവിടെ നിലവിൽ വന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്താണെന്ന് നോക്കുക, താരാധിപത്യത്തെ എതിർത്തതാണ്. സംവിധായകൻ വിനയൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ തൊഴിലാളി സംഘടന അമ്മ നേതൃത്വത്തോട് കലഹിച്ചതാണ്. ഈ അതിനെ പിളർത്താനും പിന്നീട് നടന്ന ഈ സംവിധായകൻ വിനയൻ്റെ എന്താ പറയുന്ന ജോലി തടസ്സപ്പെടുത്തുക, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ബാൻ ചെയ്യുക തുടങ്ങിയ ഇതെല്ലാം കേരള സമൂഹത്തിന് മുമ്പിലുള്ളതാണ്. എനിക്കതിന് ഇപ്പോൾ ഓർമ്മ വരുന്നത് മീറ്റു കുറിച്ച് മോഹൻലാലിൻ്റെ ഒരു പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് മീറ്റു എന്നുള്ളത് ഒരു ഫാഷനായി മാറുന്നു, അത് ആ ഫാഷനായി അവസാനിക്കത്തേ ഉള്ളൂ എന്നുള്ളതാണ്. അതൊരു മൂവ്മെൻ്റായി അല്ല, ഒരു ഫാഷനായാണ് അദ്ദേഹം അന്ന് വിലയിരുത്തിയത്. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതായത് മീറ്റു മൂവ്മെൻറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ലോകം മുഴുവൻ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അത് ആര് നടത്തിയാലും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് അജ്ഞതയാണ്. സുരേഷ് ഗോപിയുടെ പ്രതികരണം. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിലൊന്നും, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്,
കൃത്യമായി പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുള്ളയാളാണ്. അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി അദ്ദേഹം പാലിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ആ മട്ടിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. ഇപ്പുറത്തെ രാഷ്ട്രീയ രംഗത്തുള്ള കൃഷ്ണകുമാർ ഈ മൊത്തം നീക്കങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നു. മുകേഷ് അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായൊരു ശ്രമം നടത്തുന്നു. പരിഹാസ രൂപേണ ആദ്യഘട്ടത്തിലെല്ലാം ഈ വിഷയത്തോട് പ്രതികരിക്കുന്നു. അപ്പോൾ സിനിമാ രംഗത്ത് നിന്ന് മറ്റേത് രംഗത്തേക്ക് വന്നവരിൽ നിന്നും ഇതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ഒരു സങ്കടകരമായ തോന്നലിലേക്ക് പൊതുസമൂഹം എത്തിച്ചേരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. അത് നമുക്കൊരു കേസ് സ്റ്റഡീസ് വെച്ച് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഓരോ കാര്യങ്ങളെയും ഇവരുടെ പ്രതികരണങ്ങളെയും ഒക്കെ ഒന്ന് 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 നിരീക്ഷിച്ചാൽ അത് മനസ്സിലാവും. അതായത് ആരോടും പ്രതിബദ്ധതയില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഇനി സമൂഹത്തോട് തീരെയില്ല. പക്ഷേ സമൂഹത്തിൻ്റെ വാലിഡേഷൻ വേണ്ട, പണം വേണ്ട, വലിയ ഒരു ജനകീയ കലയാണ് ഇവരെയൊക്കെ വളർത്തിയതും ആ കലാരംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശസ്തിയും പണവും സ്വാധീനവും ഒക്കെ ഉണ്ടാകുന്നതും. പക്ഷേ അതൊരു ഇരട്ടത്താപ്പാണ്. ഒരു ഭാഗത്തൂടെ സമൂഹത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി നിലകൊള്ളുകയും എന്നാൽ അതേ സമൂഹത്തോട് തന്നെ യാതൊരു തരത്തിലുള്ള ബാധ്യതയോ ഉത്തരവാദിത്വമോ നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ്. ഇതിൻ്റെ ഒരു കാലഗണന പരിശോധിക്കുമ്പോൾ 2017 ശേഷം ഇങ്ങോട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുറേ കാര്യങ്ങൾ നടന്നു. അതിനുശേഷം രണ്ടാം സർക്കാർ എത്തിയപ്പോഴേക്ക് സമ്പൂർണ്ണമായി ആ നടപടികളെല്ലാം നിലച്ചു. ഇതല്ലേ വാസ്തവം? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതിന് വേണ്ടത്ര ശ്രദ്ധ സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പുറകിൽ എന്ത് നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അതൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. അത് വ്യക്തമാകുകയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ട് തന്നെ ഇല്ല എന്നുള്ള സജി ചെറിയാൻ്റെ നിലപാട് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വായിച്ച് അത് എങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ ഒരു 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 ജനപ്രതിനിധിക്ക്, അത് ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിക്ക്, അല്ലെങ്കിൽ പ്രഖ്യാപിതമായ സ്ത്രീപക്ഷ നിലപാടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മന്ത്രിക്ക് അങ്ങനെ പ്രതികരിക്കാൻ? ഞങ്ങളൊക്കെ അതിനകത്ത് വലിയ നിരാശരാണ് ആ കാര്യത്തിൽ. നിരാശ നമ്മൾ പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ഇടതുപക്ഷ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറയേണ്ടി വന്നത്. അതായത് ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുകയും സിനിമയിൽ സ്ത്രീകളും മറ്റ് ആർട്ടിസ്റ്റുകളും ഒക്കെ നേരിടുന്ന, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളല്ലാത്ത മറ്റ് ടെക്നീഷ്യന്മാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി മാറ്റിവെക്കുന്നത്. ഏറ്റവും അധികം ജനസ്വാധീനമുള്ള, ഏറ്റവും അധികം ആളുകൾ പ്രതിസന്ധിയിൽ നിൽക്കുന്ന, ഏറ്റവും അധികം സമ്പത്തൊഴുകുന്ന ഒരു മേഖലയിൽ ഈ ഒരു സമീപനം സ്വീകരിച്ച മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹനാണ്. വ്യക്തിപരമായ അഭിപ്രായത്തിൽ മിനിമം ഈ സാംസ്കാരിക മന്ത്രി സിനിമ കാണുകയെങ്കിലും വേണം. അതൊരു അത്യാവശ്യമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു വരി മുമ്പ് എപ്പോഴോ പറയണത് 20 വർഷമായിട്ട് അദ്ദേഹം സിനിമ കാണാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒറ്റ കാര്യം, സിനിമ, നാടകം, എല്ലാ തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളോടും എന്നും എന്താ പറയുന്ന ഐക്യപ്പെട്ട് നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. സിനിമയെ പറ്റിയിട്ടുള്ള അജ്ഞതയുണ്ട്. ആ സിനിമകൾ എന്താണ് സമൂഹത്തിൽ ചെയ്ത ഇമ്പാക്റ്റ്, ഇതിനൊക്കെതിരെ എത്തരം സിനിമകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടാണ് മലയാള സിനിമയിൽ ഒരു നവീകരണം. ഇപ്പോൾ അദ്ദേഹം സിനിമ ഇനി കണ്ടു തുടങ്ങിയിട്ട് ഈ കാര്യത്തിലൊരു മാറ്റം ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറഞ്ഞ പക്ഷം ഈ സാംസ്കാരിക വകുപ്പെങ്കിലും അദ്ദേഹം കൈമാറേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും മിടുക്കരായിട്ടുള്ള യുവ മന്ത്രിമാരും സിനിമയെപ്പറ്റിയും ഒക്കെ കൃത്യമായിട്ടുള്ള ധാരണകളുള്ളതും രാഷ്ട്രീയ ഇച്ഛാശക്തിയൊക്കെ അതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത മന്ത്രിമാർ ഓൾറെഡി ഈ മന്ത്രിസഭയിലുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറണം. കാരണം വളരെ സങ്കീർണമായൊരു ഒരു ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഈ സങ്കീർണതയെ മറികടക്കണമെങ്കിൽ കുറെക്കൂടെ എന്താ പറയുക, കപ്പാസിറ്റി ഉള്ള ഒരാൾ ഈ വകുപ്പ് ഏറ്റെടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമാണ്. ഈ താരരാജാക്കന്മാരും അതല്ലെങ്കിൽ ഈ സിനിമയിൽ ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ളവരും ഇപ്പോൾ രക്ഷപ്പെട്ടോടുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് അറിഞ്ഞിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ ആഷി? അങ്ങനെ ഒരു സംശയം എനിക്ക് വിശ്വസിക്കാനാവാത്ത കാര്യമാണ്. അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചില ഊഹാപോഹങ്ങളുടെ പേരിലുണ്ടായതാവാം. എന്താണെന്ന് അത് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കാർ സംവിധാനങ്ങളും ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളും തന്നെയാണ്. കാരണം വലിയ ഉദ്ദേശശുദ്ധിയിൽ
കർശനമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തൊരു സർക്കാരാണിത്. അതേ സർക്കാരിൻ്റെ രണ്ടാം വേർഷനാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ നിലപാടിൻ്റെ കാര്യത്തിൽ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു ശുദ്ധീകരണ പ്രക്രിയയും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇടപെടാനും തീരുമാനിച്ചത് വേറെ ഒരു സർക്കാരുകളും ചെയ്തിട്ടില്ല. ഇതിൽ ഇടപെടാൻ തീരുമാനിച്ചത് വലിയൊരു പ്രോഗ്രസീവ് സ്റ്റെപ്പായിരുന്നു. അത് ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ്. അതിന് ഈ രൂപത്തിലാക്കിയത് ആര് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ ചീത്തപ്പേര് ഈ സർക്കാരിന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അംഗീകരിക്കുകയും അത് ആരാണ് ചെയ്തത് അതും കണ്ടുപിടിക്കണം. ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ഇപ്പോൾ വനിതാ സംവിധായകരെ കൊണ്ടുവരാൻ, മറ്റ് ദളിത് സംവിധായകരെ കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമം സർക്കാർ നടത്തുകയും അതിനൊരു പദ്ധതി തയ്യാറാക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഷാജി എൻ കരുണിനെതിരെ ആ മുഴുവൻ സംവിധായകരും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ സിനിമ നയരൂപീകരണത്തിനുള്ള പുതിയ പദ്ധതി ആലോചിക്കുന്നത്. അപ്പോൾ ഇവരുടെ ചിന്ത കുറേ കാലത്തിന് പിന്നിലാണ്. സർക്കാരിന് ഇത് തിരിച്ചറിയുന്നതിലൊരു പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് പതുക്കെ ആണെങ്കിൽ അത് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ സമയമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കാരിൻ്റെ മുമ്പിലേക്ക് വന്ന വിഷയങ്ങൾ സർക്കാർ എടുത്ത ഒരു നിലപാടും നടപടിയുമാണ് 2 വനിതാ സംവിധായകർക്ക് സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക, പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് 2 പേർ. അപ്പോൾ ഈ ചെയ്ത സിനിമകൾ ചെയ്ത സംവിധായകരിൽ നിന്ന് പുറത്ത് വന്നിട്ട് അവർ നേരിട്ട ഹറാസ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഒട്ടും ചെറിയ കാര്യമല്ല. അത് അവരിലുണ്ടാക്കിയിട്ടുള്ള വേദന വലുതാണ്. അവർക്ക് ഈ സമയത്ത് ഇത് പുറത്ത് വന്ന് പറയേണ്ടി വരുന്നത് തന്നെ അതിൻ്റെ ഭീകരത നമുക്ക് വെളിവാക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സർക്കാർ ഒരു ഉദ്ദേശത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം തകിടം മറിഞ്ഞാണ് സംഭവിക്കുന്നത്. തുരങ്കം വെക്കുന്ന പോലത്തെ ഒരു റിസൾട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഷാജി എൻ കരുൺ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കോൺക്ലേവ് പ്രഖ്യാപിച്ചപ്പോൾ അതെന്താണ് കോൺക്ലേവ് എന്ന് മനസ്സിലാക്കാത്തവരാണ് അതിനെ എതിർക്കുന്നത് എന്നാണ്. ഇത് കോൺക്ലേവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ആർക്കും ഇതിൻ്റെ കണ്ടന്റ് എന്താണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സർക്കാർ തലത്തിൽ പോലും തീരുമാനമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ എന്താണ് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിനിമ നയരൂപീകരണം ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെ. അപ്പോൾ അതിന് ഇനിയും വ്യക്തത വരാനുണ്ട്. ഈ വ്യക്തത വരുത്തേണ്ടത് ഈ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ ഇരിക്കുന്ന നേതൃത്വത്തിൽ ഇരിക്കുന്ന KSFDCയുടെ ചെയർമാൻ അടക്കം ഈ രൂപത്തിൽ സർക്കാർ ഏൽപ്പിച്ച ദൗത്യത്തിൽ തന്നെ ഫൗൾ പ്ലേ ചെയ്തു എന്ന് ഈ എല്ലാ സംവിധായകരും, അതിനകത്ത് 1 or 2 അല്ല, എല്ലാവരും പറയുന്ന സമയത്ത് അതിന് ഗൗരവത്തിലെടുക്കുകയും അതിൽ നടപടി വേണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളത്. സിനിമാ സംഘടനകളുടെ പ്രതികരണത്തിൽ കൗതുകകരമായി നമുക്ക് തോന്നിയത് ഒരു 2 ദിവസം മഴ പെയ്തില്ലെങ്കിൽ പ്രതികരണവുമായിട്ട് എത്തുന്ന ആളുകൾ അടക്കമുള്ളവരാണ് ഈ പല സംഘടനകളുടെയും തലപ്പത്തുള്ളത്. അതെ. ഇപ്പോൾ ഫെഫ്കയുടെ കാര്യം നോക്കിയാൽ, അല്ലെങ്കിൽ ഫിലിം ചേംബറിൻ്റെ കാര്യം നോക്കിയാൽ, ഫിയോക്ക്, ഈ സംഘടനകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ തുടർച്ചയായി പ്രതികരണങ്ങൾ നടത്തുന്നവരാണ്. ഈ വിഷയത്തിൽ ഇവരാരും കൃത്യമായ ഒരു പ്രതികരണത്തിന് രംഗത്തെത്തിയിട്ടില്ല. അവരൊക്കെ ഭയക്കുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു കൃത്യമായ നിലപാടിലേക്ക് അവർക്ക് വരാൻ കഴിയാത്തത്? ഭയക്കുന്നത് കൊണ്ടല്ല. ഇതിപ്പോൾ എല്ലാവർക്കും ഭയമാണെന്ന് പറയാൻ പറ്റുമോ? 21 സംഘടനകൾ ഫെഫ്കയിൽ തന്നെയുണ്ട്. അതിൽ വളരെ ധീരരായിട്ടുള്ള കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സുണ്ട്, ഇവിടെ യൂണിറ്റ് തൊഴിലാളികളുണ്ട്. യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ നല്ല രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരുണ്ട്. ഡ്രൈവേഴ്സ് യൂണിയനുണ്ട്, പ്രൊഡക്ഷൻ ബോയ്സ്. ഇപ്പോൾ 21 യൂണിയനുകൾ ആണ് ആ ഒരൊറ്റ പേരിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ ഇതിനെയൊക്കെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത് അതിൻ്റെ ജനറൽ സെക്രട്ടറി മാത്രമായിരിക്കും. ബാക്കി അതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് ഇവർ പുറത്ത് പറയില്ല. മനസ്സിലായില്ല? ഇപ്പോൾ ആ ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ തന്നെ ഇവിടെ എന്ത് നടന്നാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുകയും പത്രസമ്മേളനം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അവരുടെ വിശദീകരണമൊക്കെ ഞാനൊക്കെ പരസ്യമായിട്ട് ഇത് ആദ്യം അവരെ നേരിട്ട് വിളിച്ച് ചോദിക്കുക, എന്താണ് മൗനം, എന്താണ് അഭിപ്രായമില്ലേ, എന്താ മിണ്ടാത്തത്, ഒരു നിലപാടെടുക്കേണ്ടതല്ലേ, ഒരു തൊഴിലാളി സംഘടനയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് അപ്പോൾ അത് വളരെ ലാഘവം. സർക്കാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് സംഭവം ശരിയാണ്, 2-3 കാര്യങ്ങളുണ്ടെന്ന് തന്നെ വെച്ചു. അതിൽ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന ഭാഗം ഇവർ ഒഴിവാക്കി നിർത്തുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ചർച്ചകൾ വേണം എന്നുള്ള ഇതിൻ്റെ അക്കാഡമിക് സംഗതിയിലേക്ക് ഇവർ ഒതുക്കുകയാണ് ചെയ്യുന്നത്. വളരെ തന്ത്രപരമായിട്ടുള്ള
നീക്കമാണ് എന്ന് എല്ലാ മനുഷ്യർക്കും ഇത് മനസ്സിലാവും. അതല്ല എങ്കിൽ ഇത്ര അധികം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിൽ സംഘടന, അതേപോലെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടന, ആളുകളെ വിലക്കുക, തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി സിനിമ നിർമ്മിക്കുന്ന ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്, മുതലാളിമാരായിട്ടുള്ള ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കുക, തമ്മിത്തല്ലുക, സംഘടനകൾ തമ്മിത്തല്ലിയിട്ട് അതിൻ്റെ പേരിൽ സിനിമാ സമരങ്ങൾ ഉണ്ടാകുക. അവസാനം അന്ന് ഉള്ള സർക്കാർ ഏതാണോ അവർ വന്നിട്ട് റെഫറിയെ പോലെ ഈ രണ്ട് സംഘടനകളും പിടിച്ചു മാറ്റി മുന്നോട്ട് പോവുക. അപ്പോൾ റെഫറിയുടെ പണിയാണ് ഇതുവരെയുള്ള എല്ലാ സർക്കാരുകളും ചെയ്തത്. അതിലൊരു മാറ്റം ഉണ്ടായത് ആദ്യ പിണറായി സർക്കാർ തന്നെയാണ്. അപ്പോൾ ഈ സംഘടനകളിലൊക്കെ തന്നെ ഇതിൻ്റെ ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നിന്ന് അവരുടെ സൂപ്പർ താരങ്ങളെയോ ഹയറാർക്കിക്കലായിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെയോ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത്, ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് ശീലിക്കാത്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. വമ്പന്മാരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ സിനിമകൾ സംവിധാനം ചെയ്ത, എഴുതിയ കവികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. ഇവരാരും ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് സ്വന്തം ഇൻഡസ്ട്രി പോയിട്ടും വ്യക്തിപരമായൊരു അഭിപ്രായം പറയാൻ തയ്യാറാവുകയോ സംഘടന എന്നുള്ള നിലക്ക് അഭിപ്രായം പറയാൻ തയ്യാറാവുകയോ കവികളും ബുദ്ധിജീവികൾ എല്ലാവരും ഉണ്ട്. അതെ, 5-6 കവിതകൾ എഴുതേണ്ട സമയം കഴിഞ്ഞു. അതാരും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ. പക്ഷേ ഇവർ ഈ സംഘടനകളൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളില്ലായിരുന്നെങ്കിൽ, ഈ സംഘടന എന്നത് ഈ സ്വഭാവത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ടെക്നീഷ്യന്മാർക്കും താരങ്ങൾക്കും ഒന്നും കൃത്യമായ വേതനം ലഭിക്കുമായിരുന്നില്ല. പണ്ടൊക്കെ വല്ലാതെ പറ്റിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതായത് ഈ സംഘടനകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു പരിധിവരെ അതിൽ വാസ്തവമില്ലേ? സംഘടനയുടെ ഉദ്ദേശത്തെയോ അല്ലെങ്കിൽ ആ സംഘടനകൾ ചെയ്ത കാര്യങ്ങളെയോ ആരാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്? ഒരാളും ചോദ്യം. ഞാൻ മാക്ട എന്ന് പറയുന്ന ആദ്യത്തെ ടെക്നീഷ്യന്മാരുടെ സംഘടനയിൽ അംഗമായി ഇപ്പോഴും അംഗമാണ്. അത് കഴിഞ്ഞ് മാക്ട ഫെഡറേഷൻ, വിനയനും ബി ഉണ്ണികൃഷ്ണനും എല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിച്ച മാക്ട ഫെഡറേഷൻ, അതാണ് ആദ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടന മലയാള സിനിമയിൽ വന്നത്. ആ സംഘടന ഇവിടുത്തെ താരസംഘടനയ്ക്കെതിരായി ഒരു നിലപാടെടുത്തപ്പോൾ ഈ ദിലീപ് ഒരു നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങുകയും ആ സിനിമ ആ സംവിധായകനെ മാറ്റിയാൽ ഞാൻ അഭിനയിക്കാമെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് അന്നത്തെ തൊഴിലാളി സംഘടന താരസംഘടനയ്ക്കെതിരെ ഒരു നിലപാടെടുത്തു. അത് നടക്കില്ല, ഇത് ഈ സിനിമ ഈ രൂപത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ ആ സംഘടനയെ പൊളിക്കുകയാണ് ഉണ്ടായത്. ഞാനടക്കമുള്ള ആളുകൾ ഈ മാക്ട ഫെഡറേഷനിൽ നിന്ന് ഫെഫ്ക എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയിലേക്ക് മാറ്റി അതിൻ്റെ തലപ്പത്ത് ബി ഉണ്ണികൃഷ്ണൻ വരികയും ചെയ്തു. അപ്പോൾ ഈ തൊഴിലാളി സംഘടനകൾ എന്തുകൊണ്ട് ഇവിടെ വന്നു? ആ തൊഴിലാളി സംഘടനകളുടെ നിലനിൽപ്പിനെയോ ഒന്നും തന്നെ ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ വേതന കാര്യത്തിലുമൊക്കെ നിലപാടെടുത്ത് അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുത്തിട്ടുള്ള സംഘടന തന്നെയാണ്. പക്ഷേ ആ സംഘടനയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ മെമ്പർഷിപ്പ് പുതിയ ആളുകൾക്ക് കൊടുക്കുന്ന സംബന്ധിച്ച് ഒക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ആളുകൾക്ക് തന്നെ മെമ്പർഷിപ്പ് കൊടുക്കാത്തതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഞാൻ എൻ്റെയും എൻ്റെ എഴുത്തുകാരുടെയും ശമ്പളം കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരു പരാതി എൻ്റെ സംഘടനയിൽ കൊടുക്കുകയും അവർ 20% എന്നോട് കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്യും. അത് ഞാൻ ചോദ്യം ചെയ്യുകയും അങ്ങനെ ഞാനും അവരുടെ നേതൃത്വവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഞാൻ ആ സംഘടനയിൽ അങ്ങനെ ആക്റ്റീവായിട്ട് യാതൊരു അഭിപ്രായവും പറയാതിരിക്കുകയും ചെയ്തു. പക്ഷേ വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സമയത്തും ഈ ഇത്രയും തൊഴിലാളികളെ മൗനത്തിലാക്കുന്നത് ഈ നേതൃത്വം തിരിച്ച് അവരോട് ഇങ്ങനെ നിങ്ങളിതിങ്ങനെയാണ് കാണേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ ഈ ജനറൽ സെക്രട്ടറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഈ ഭാഗം മാത്രമാണ് നമ്മളെ സംബന്ധിക്കുന്നത്, മറ്റേത് ഒരു വരിയിൽ ഒതുക്കാം. അപ്പോൾ ഇത് കാപട്യമാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവും. സജി ചെറിയാനെയോ അല്ലെങ്കിൽ ശ്രീ എ കെ ബാലനെയോ ഒക്കെ കാണുമ്പോൾ അവരെല്ലാവരും ഈ മേഖലയെ അവതരിപ്പിക്കുന്നത് അങ്ങേയറ്റം ബഹുമാനത്തോടെയാണ്. പക്ഷെ അത് അമിതമായ ബഹുമാനവും ആർക്കാണ് ബഹുമാനം കൊടുക്കേണ്ടതെന്നുള്ള അറിവില്ലായ്മയും ഒക്കെ വളരെ പ്രകടമാണ് താനും. എല്ലാവരും മഹാന്മാരായ സംവിധായകരാണ് അല്ലെങ്കിൽ മഹാന്മാരായ കലാകാരന്മാരാണ് ഇവരുടെ മുന്നിൽ എന്നുള്ള പ്രശ്നമുണ്ട്. അത് അത്രയും അകന്നാണ് ഒന്നുകിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ആരാധനയോടെയാണ് ഇവർ കാണുന്നത്. ആ പ്രശ്നങ്ങളെ കാണുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു.
ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 20 വർഷത്തോളമായിട്ട് സിനിമ കാണാതിരുന്ന ഒരു മന്ത്രി ഇദ്ദേഹത്തെ ലോകോത്തര സംവിധായകനാണെന്ന് വിശേഷിപ്പിക്കുന്നത്. അത് മന്ത്രിയുടെ അജ്ഞതയാണ്. സിനിമ എന്ന് പറയുന്ന മേഖലയിൽ യാതൊരു തരത്തിലുള്ള ഒരു ഒരു എന്താ അഭിപ്രായം പറയാൻ ഇത് കാണണമല്ലോ. ഒരു പുസ്തകം വായിക്കാതെ എങ്ങനെയാണ് നമ്മൾ അഭിപ്രായം പറയാം? അപ്പോൾ അത് ഇദ്ദേഹം ചെയ്ത സിനിമകൾ, ഈ രഞ്ജിത്ത് ചെയ്ത സിനിമകൾ ഏത് രൂപത്തിലാണ് മലയാളി സമൂഹം പിന്നീട് ചർച്ച ചെയ്തത്. ഇപ്പോൾ ഇതൊക്കെ സൂപ്പർ ഹിറ്റുകളായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് ശേഷം ഇവിടുത്തെ ഇടതുപക്ഷ മനസ്സ് ഈ സിനിമകളെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്നൊക്കെയുള്ളത് പരിശോധിക്കാനുള്ള ഒരു സാവധാനമെങ്കിലും ശ്രീ സജി ചെറിയാൻ എടുക്കുകയും പിന്നീട് പ്രതികരിക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാണണം. അമ്മ നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഈ രാജിയും കാര്യങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. കൈനീട്ടം കൊടുക്കാൻ ആളില്ല, അതിനി മുടങ്ങിപ്പോകുമോ എന്നൊക്കെയുള്ള വിചിത്രമായ ചർച്ചകളൊക്കെ ഉയരുന്നു. പക്ഷേ അവിടെയും ഈ എല്ലാവരും രാജിവെക്കാമെന്നുള്ള തീരുമാനത്തെ കൃത്യമായി എതിർക്കാൻ ചിലരുണ്ടായിരുന്നു. അങ്ങനെയല്ല വേണ്ടത്, ആരോപണ വിധേയർ പുറത്തു പോകട്ടെ, അല്ലാത്തവരിവിടെ നിൽക്കട്ടെ, അതുപോരെ എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ ആളുണ്ടായിരുന്നു. വലിയ ആശാവഹമായ കാര്യമാണ്. അപ്പോൾ അമ്മയിൽ തന്നെ നിലനിൽക്കുന്ന പുതുതലമുറക്കാരായ അത്തരം താരങ്ങളും അത്തരം നടിമാരും, അവിടെ നടിമാർ തന്നെ വളരെ കൃത്യമായ നിലപാട് പറയുന്നവർ ഒത്തിരി പേരുണ്ട്, നമ്മൾ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അവരിൽ ഒരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും അവരിൽ മാത്രമാണ് പ്രതീക്ഷ. കാരണം ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഈ പറയുന്ന രാജിവെച്ച് ഇതിൽ നിന്നും പിന്മാറിയ ആളുകൾ, അല്ലെങ്കിൽ ഒളിച്ചോടിയെന്നോ എന്നൊക്കെ വിളിക്കാവുന്ന ആളുകൾക്ക് കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. പോകുന്ന വഴിക്ക് വീടിന് തീയിട്ടിട്ട് പോയി കളയാം എന്ന് തീരുമാനിച്ച അല്ല, വീടിന് തീയിടുക എന്ന് പറയുന്നത് ഇത് നവീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇത് കുറച്ച് കാലം മുമ്പുള്ള ഈ അമ്മ അസോസിയേഷൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ വിളിച്ചു ചേർക്കുന്ന പത്രസമ്മേളനങ്ങളിൽ അവരുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ വലിയ വിവാദങ്ങളിൽ നിൽക്കുമ്പോഴും വളരെ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളെയൊക്കെ വിളിക്കുന്നതാണ്. മാധ്യമങ്ങളാണ് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ തറവാട്ടിൽ യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കൊല്ലാൻ നടക്കുകയല്ലേ. കൂടുതലും സുരേഷ് ഗോപിയുടെ പ്രതികരണം നിങ്ങളുടെ തീറ്റയാണ്, കൊണ്ടുപോയി തിന്ന് അല്ലെങ്കിൽ കാശുണ്ടാക്കുക എന്നാണ്. അദ്ദേഹം അത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ സ്വന്തം തീറ്റയിൽ കാഷ്ടിച്ചിട്ടാണ് ഈ പ്രതികരണം നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെയും പോകുന്നുണ്ട്. അതാണ് ഈ ഒരു രാഷ്ട്രീയ അജ്ഞതയുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതാണ്. ഇതൊരു മായിക ലോകമാണെന്നും അവിടെ ഇപ്പോഴും ഭരചന്ദ്രനും ഒക്കെയാണ് എന്നുള്ള അത്രയൊക്കെ ആ രീതി അതിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഏറ്റവും പവർഫുള്ളായ ഒരു ഗ്രൂപ്പ് ഇതിന് മുകളിലുണ്ട് എന്നും അവരുടെ കയ്യിലാണ് ഏതാണ്ട് എല്ലാ സംഘടനയെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അമ്മ ആരുടെ കയ്യിലാണെന്നറിയാം, ഫെഫ്കെ ആരുടെ കയ്യിലാണെന്നറിയാം, ഫിയോക്കാരുടെ കയ്യിലാണെന്നറിയാം, ചേംബർ ആരുടെ കയ്യിലാണെന്നറിയാം. ഇതെല്ലാം തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം മാറി നിന്ന് നിരീക്ഷിക്കുന്നവർക്കും അതിനോട് അടുത്തിടപഴകുന്നവർക്കും കൃത്യമായി തിരിച്ചറിയാവുന്ന സംഗതിയാണ്. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട്, ഈ കരുത്തരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉണർവ് സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാനാവും. ഉറപ്പായിട്ടും ഉണ്ടാകുന്നേ. അത് ഇപ്പോൾ ജഗദീഷ് ഏട്ടൻ വളരെ കൃത്യമായിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് സിനിമാ സംഘടനകളെല്ലായിടത്തും WCC ഒഴികെ നിർത്തിയാൽ ഇത്ര ക്ലാരിറ്റിയോടുകൂടി മീഡിയയോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ പറയുന്ന, എനിക്കത് വലിയ സന്തോഷം പ്രതീക്ഷയും തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അനീതിക്ക് വേണ്ടി അതിന് കൂട്ടു നിൽക്കാത്ത, അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. അത് ഇതേ തലമുറയിൽ നിന്നുള്ള ആളുണ്ട് എന്നുള്ളത് നമുക്കത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ പുതിയ തലമുറയിലെ ആളുകൾ, ഇവർക്കെല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഈ ഫ്യൂഡൽ സെറ്റപ്പും അതിൻ്റെ ഈ പവർ സ്ട്രക്ചറിൽ നിന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് മുന്നോട്ട് വന്ന് ഇതിനെയൊക്കെ എതിർക്കാനോ അല്ലെങ്കിൽ അയ്യോ ഇവർ ദൈവങ്ങളെപ്പോലെ കാണുന്ന ആളുകളാണ്. അതായത് വലിയ രീതിയിലുള്ള ആരാധന ഇതിനകത്ത് തന്നെ, വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ച് ആരാധിക്കുക എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഇപ്പോഴും ഉണ്ട്. അമ്മയുടെ വർഷാവർഷമുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വിഗ്രഹാരാധന പരിപാടി എന്നുള്ള മട്ടിലാണ്. അതെ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ അതിനകത്ത് അംഗമില്ലാത്തതുകൊണ്ട് എനിക്കിത് അറിയില്ല. പക്ഷേ വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അതായത് കൈനീട്ടം കൊടുക്കുന്ന ആൾക്കാർക്ക് വോട്ടവകാശമില്ല. ഓ, അത് ശരി. 130ഓളം ആളുകൾക്ക് 5000 രൂപ കൊടുക്കുന്നുണ്ട്. അവർക്ക് വോട്ടവകാശമില്ല.
അത് വിചിത്രമായ സംഗതിയാണ്. അത് മാത്രമല്ല, ആത്യന്തികമായി കൈനീട്ടം എന്നുള്ള പ്രയോഗത്തിൽ തന്നെ ഒരു പ്രശ്നമാണ്. ഒരു പെൻഷൻ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെയല്ല. ഈ പറയുന്ന ആ ഒരു ഫ്യൂഡൽ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പരിപാടി, ഒരു പെൻഷൻ കൊടുക്കുന്ന പദ്ധതി പോലും നടപ്പാക്കുന്നത് എന്നുള്ളതല്ലേ നമുക്കിത് മനസ്സിലാക്കാം. അതാണ്. അത് മാത്രമല്ല, പിന്നെ ഇതിലൊരു പെൻഷൻ എന്നുള്ള ഒരു പരിപാടി ഇല്ലല്ലോ ഒരു അഭിനയ രംഗത്ത്. അല്ല, അത് അങ്ങനെ വേണമെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരിന് അതിന് ഇപ്പൊ വേറെ ഒരുപാട് തൊഴിൽ മേഖലകളിൽ ക്ഷേമ പദ്ധതികളുണ്ട്, ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നുണ്ട്. അത് സർക്കാരല്ലേ ചെയ്യേണ്ടത്. അതിനുള്ള പണമില്ലാത്ത സർക്കാരാണോ ഇവിടെ ഉള്ളത്? അല്ല, ഒരിക്കലുമല്ല. സിനിമ ഇൻഡസ്ട്രി ഒരുപാട് നികുതി പണം സർക്കാരിന് കൊടുക്കുന്നതാണ്. ഒരു ക്ഷേമനിധിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സഹായങ്ങളോ സർക്കാരിൽ നിന്നും ഇതൊരു കുടിയാന്റെ പരിഗണന എന്നുള്ള മട്ടിലാണ്. ഞാൻ ഈ ഫ്യൂഡൽ സെറ്റപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. കൈനീട്ടം കൊടുക്കുകയാണ്, ഞങ്ങൾ എന്തോ ഫേവർ നിങ്ങൾക്ക് ചെയ്തു തരികയാണ്. അതിനൊക്കെ ഈ പറയുന്ന ഞങ്ങൾ ഷോ നടത്തുന്നു, ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ എന്തൊക്കെയോ ഔദാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് വോട്ടവകാശമില്ല. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ജനാധിപത്യ ഘടനയിലുള്ള പ്രശ്നം. അതാണ്. അപ്പോൾ വോട്ടവകാശം ഒരാൾക്ക് കൊടുക്കാതിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ജനാധിപത്യം മരിച്ചല്ലോ, അതിനകത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഔദാര്യങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അടിമക്കൂട്ടമായിട്ട് ഇവരെ ഈ നൂറിലധികം ആളുകളെ കൊണ്ടു നടക്കുന്ന സ്ട്രക്ചറാണ് ഇതിനകത്തുള്ളത്. ഇതാണ് ആദ്യം ഇനി വരുന്ന ഭരണസമിതിയാണെങ്കിലും പരിശോധിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യം. ഒരു സഹായം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അയാളുടെ വോട്ടവകാശം നിഷേധിക്കുന്നു. ഇതേപോലെ തന്നെയുണ്ട്. ഇപ്പോൾ ഫെഫ്കയിൽ മെമ്പറായിട്ടുള്ള എനിക്ക് നിർമ്മാതാക്കളുടെ സംഘടനയിൽ സ്ഥിരാംഗത്വം തരില്ല. അത് ശരി. ചില ആൾക്കാർക്ക് വോട്ടവകാശത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലുള്ള ഘടനയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. മാധ്യമപ്രവർത്തകരുടെ സംഘടന മുമ്പ് അതിൽ അംഗത്വം എടുക്കണമെങ്കിൽ മുതലാളിയുടെ കത്ത് വേണമായിരുന്നു ഒരു സമയത്ത്. അതുപോലെ വിചിത്രമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പല സംഘടനകളിലും. മാത്രമല്ല, വലിയ തുക കൊടുക്കണം. ആദ്യമായി ഒരു എഡിറ്റർ അയാൾക്ക് ഈ സംഘടനയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അല്ലെങ്കിൽ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അയാൾ ആദ്യം തന്നെ വലിയ തുക കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതൊന്നും ഇതൊരു അടിസ്ഥാനപരമായി തൊഴിലാളി സംഘടന എന്നുള്ള പ്രയോഗത്തിനോ ആ നിലപാടിനോ ചേർന്നതല്ല എന്നുള്ളത് തിരിച്ചറിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അവിടെയൊക്കെയാണ് സർക്കാർ ഇടപെടേണ്ടത്. അങ്ങനത്തെ അനീതി നടക്കുന്നുണ്ടോ? ഈ സിനിമാ മേഖലയിലേക്ക് കടക്കാൻ വേണ്ടിയല്ല ഈ പണം വാങ്ങുന്നത്. ഒരു സംഘടനയിൽ അംഗത്വം എടുക്കാനാണ്. ഇതുപോലെ വേറൊരു സംഘടനകൾ ഇവിടെ വരണം. ഇപ്പോൾ മാക്ട ഫെഡറേഷൻ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നിലധികം സംഘടന വേണമല്ലോ. ഒരു സംഘടന മാത്രമല്ലോ സിനിമ. അപ്പോൾ അങ്ങനെയും ഇനിയിപ്പോൾ ഒരു സംഘടനയിലും അംഗമല്ലാത്ത ആൾക്ക് പോലും ഇവിടെ പ്രവർത്തിക്കാൻ പറ്റണം. മുഴുവൻ സിനിമാ മേഖല ഉലഞ്ഞു നിൽക്കുമ്പോഴും കൃത്യമായി നിലപാട് പറഞ്ഞ ആഷിഖ് അബു സജീവമായി രംഗത്തുണ്ട്. ഇതിലൊക്കെ ഒരു പ്രതികാര നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ പ്രതികാര നടപടികൾ ഏറ്റിട്ടുള്ള ആളാണ്. ഞാൻ ഇവിടെ ഈ ആക്ടറെ ഈ ദിലീപ് കേസ് ഉണ്ടാകുന്ന സമയത്ത് അത് കഴിഞ്ഞ ഉടനെയാണ് മായാനദി എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. സംഘടിതമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ദിലീപിൻ്റെ ഫാൻസ്, പല രീതിയിലുള്ള ഫാൻസ് കൂട്ടങ്ങൾ, ഇവരൊക്കെ വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ട സിനിമയാണ് മായാനദി. പക്ഷെ ആ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് 114 ദിവസം കൂടെ ഓടി. ഇതാണ് കേരളം. ഈ ദിലീപ് ഈ വലിയൊരു കേസിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ദിലീപ് വലിയ ആരോപണത്തിലാണ് ദിലീപ് ചെന്നുപെട്ടിരിക്കുന്നത്. ദിലീപ് പ്രതിയായിരിക്കുന്ന കേസിൻ്റെ ഒരു ഗൗരവം കേരള ജനത ഒരുമിച്ച് ഏതാണ്ട് ഏറ്റെടുത്തിട്ടുമുണ്ട്. അതിനുശേഷം അദ്ദേഹം പല സിനിമകളുമായി രംഗത്ത് വന്നു. അദ്ദേഹം വളരെ പവർഫുള്ളാണ് ഇപ്പോഴും സിനിമയിൽ. പക്ഷേ ആ സിനിമകളെ ആ മട്ടിൽ വിജയിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കേരള ജനതയും തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ സിനിമകളിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതാരാണ് ചെയ്തത്? ഇവിടുത്തെ ജനതയാണ് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ സിനിമകൾ മാറണം എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ മാറിയ സിനിമകൾ അവർ പ്രോത്സാഹിപ്പിച്ചത് മാറിയ സിനിമകൾ. കേരള സമൂഹത്തിൻ്റെ ഇടപെടൽ, ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഇടപെടൽ, ഇവിടുത്തെ സർക്കാരുകളുടെ ഇടപെടലൊക്കെ വളരെ നിർണായകമാണ്. അപ്പോൾ അത്തരം മോണിറ്ററിംഗ് സംവിധാനം ഈ സ്റ്റേറ്റിലുള്ളത് കൊണ്ടാണ് ഇവിടെയെങ്കിലും ഈ ഒരു ശുദ്ധി കലശത്തിനുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു റിഫോർമേഷനുള്ള സാധ്യത ഒരുങ്ങുന്നത്. നിങ്ങൾ വേറെ ഒരു സ്റ്റേറ്റിലും ഇത് ഈ അടുത്ത കാലത്തങ്ങ് നടക്കാൻ പോകുന്നില്ല. ഒരു സർക്കാരുകൾക്കും അതിനുള്ള നട്ടെല്ലുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു പൊതുസമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഇടപെടലാണ് കേരള ജനത നടത്തിയിട്ടുള്ളത്, മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ പ്രത്യാശയിൽ അവസാനിപ്പിക്കാം. ഉറപ്പായിട്ടും. നന്ദി. താങ്ക് യു. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹായിച്ചതിന്. ഓക്കെ.